ഡോക്ടർ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താണ്? മരണത്തോടെത്തിയ എന്നെ ജീവൻ തന്ന് പിടിച്ചു കയറ്റിയത് അങ്ങാണ്. പക്ഷേ ഇപ്പോ എനിക്ക് ഈ ജീവൻ വേണ്ട. അത് അങ്ങക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ദേവേട്ടാ, ഇതിനു വേണ്ടിയാണ് ഈശ്വര നീ എനിക്ക് ജീവൻ തിരികെ തന്നത്. എന്റെ മോള് പോയി സാറേ, കത്തിക്കരിഞ്ഞ് ഇല്ലാണ്ടായി. അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? തിരുമേനി, മരണം ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ. ദൈവത്തിൻ്റെ തൊട്ടടുത്തേക്കുന്ന അങ്ങ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ. അപ്പോ മനസ്സിലായി സാർ, വിധിയാണ്, എല്ലാം സഹിക്കണം അല്ലേ സാറേ? കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. പട്ടിണിയുടെ തൊട്ടടുത്തുകൂടിയാ നിത്യേന കടന്നു പോകുന്നത്. ആകെ കൂടി എന്റെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാ എന്റെ മക്കള്. അതാണ് ഉത്തരം. അതിലൊരാളെയാ മരണം കൊണ്ടുപോയത്, ഒന്ന് കാണാൻ പോലും പറ്റാതെ. അവര് അങ്ങയുടെ നന്മയല്ലേ ഉദ്ദേശിച്ചത്? വേണ്ട സാർ, ആ വാക്ക് എനിക്ക് ഒട്ടും കേൾക്കണ്ട. അവസാനമായിട്ട് എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണമായിരുന്നു. അത് നിഷേധിച്ചവരുടെ ഒരു നന്മയെക്കുറിച്ചും അങ്ങ് പറയണ്ട. എന്റെ ദൈവമേ, ഈ വേദനയൊന്നും തൊട്ട് തീണ്ടാതെ എന്നെ അങ്ങ് വിളിക്കണേ. എന്താ ദേവേട്ട ഇങ്ങനൊന്നും പറയല്ലേ? അതേ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. എൻ്റെ കൂടെ ഒന്ന് വരൂ സിസ്റ്റർ, നോക്കൂ. മകള് മരിച്ച അമ്മയുടെ ദുഃഖം എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചല്ലേ നമ്മളിപ്പം കൂടുതൽ ചിന്തിക്കേണ്ടത്. തിരുമേനി കരയുമ്പോൾ നിങ്ങളും കൂടെ കരയാൻ തയ്യാറായ ആ സങ്കടം ഇരട്ടിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും ഞാൻ പറയുക. മനസ്സിലായി ഡോക്ടർ. നെഞ്ചു പൊട്ടിയാലും ദേവേട്ടന് മുന്നിൽ കരയാതിരിക്കാൻ ഞാൻ നോക്കാം. അതല്ലേ പറ്റൂ.